നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓട്ടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും കരിയും ചാരവും ഇട്ട് തേച്ച് കഴുകിയ നല്ല സ്വർണം പോലെ തിളങ്ങും. ആരും വൃത്തിയാക്കാത്തതുകൊണ്ടാ ഇതൊക്കെ ഇങ്ങനെ നിറമങ്ങി കിടക്കുന്നത്. കഴുകിയ വൃത്തിയാവൂങ്കിലേ എന്റെ അമ്മായിയമ്മയുടെ മനസ്സ് ഇങ്ങനെ കരിയും ചാരവും ഉപയോഗിച്ച് ഒരു ചൊരച്ച് വൃത്തിയാക്കണം. അപ്പടി അഴുക്കും ക്ലാവുക. അമ്മ കേക്കണ്ടോ? കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ സത്യമല്ലേ പറയുന്നേ. ആദ്യം അമ്മയുടെ മനസ്സ്, പിന്നെ അങ്കിളിന്റെ മനസ്സ്, പിന്നെ എന്റെ കെട്ടിയോന്റെ മനസ്സ്. ജാസ്മിന്റെ മനസ്സ് വൃത്തിയാക്കാനായിരിക്കും ഏറ്റവും പാട്. ഈ ആനയെ കുളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ, ഈ തൊണ്ടൊക്കെ ഉപയോഗിച്ച്? അതുപോലെ വൃത്തിയാക്കിയാലും അവളുടെ മനസ്സിൽ അഴുക്ക് പോകുന്ന എന്റെ സംശയം. അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല കേട്ടോ ഗാർഗി. അവള് തൊട്ടടുത്തുണ്ടെങ്കിലേ ഞാൻ ഇത് തന്നെ പറയും. എനിക്കൊരു പൊന്നുമോളെയും പേടിയില്ല. ആഹാ, ഇന്നിതാണോ പ്രഭാവതി പാർവതിയെ ഏൽപ്പിച്ച ഡ്യൂട്ടി? ആരും ഏൽപ്പിച്ചൊന്നുമല്ല. ഇത്രയും നല്ല പാത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഗായത്രി ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാ. ഗായത്രി ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഈ വീടും അടുക്കളയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രഭാവതി ഇവിടെ കാലുകുത്തിയതോടെ അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ പോയി. ഗായത്രിച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വാങ്ങി നിറച്ചു. അതോടെ ഇതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിലായി. അതിനുശേഷം ഇപ്പോഴാ ഇതൊക്കെ വെള്ളം തൊടുന്നത്. എന്റെ ചേച്ചിയെ കുറിച്ച് എന്തോ കുശുമ്പോറയാണല്ലോ മൂന്നാളും കൂടി. നല്ലതൊക്കെ പറയണോന്ന് ആഗ്രഹമുണ്ട് അങ്കിളെ. പക്ഷേ എന്തെങ്കിലും നല്ലതുണ്ടായിട്ട് വേണ്ടേ പറയാൻ. ഒരു വകയ്ക്കും കൊള്ളാത്ത സാധനങ്ങളെന്ന് പറഞ്ഞ പ്രഭാവതി ഇതൊക്കെ ആക്രിയുടെ കൂട്ടത്തിൽ തള്ളിയത്. പാർവതി കഴുകി വൃത്തിയാക്കിയപ്പോ ദേ കണ്ടില്ലേ, ഓ പുത്തം പോലെ തിളങ്ങുന്നു. പുത്തനച്ചി പുരപ്പുറം തോക്കുന്നു കേട്ടിട്ടില്ലേ? അതാ ഇത്. എന്റെ അങ്കിളെ, ആസ്ഥാനത്തൊക്കെ ഈ പഴഞ്ചൊല്ലെടുത്ത് പ്രയോഗിക്കല്ലേ. പാർവതി പുത്തനച്ചിയൊന്നും അല്ലല്ലോ. പാർവതി ഇവിടെ വന്നിട്ട് കൊറേ കാലമായി. ദേ ഗാർഗി, ചുമ്മാ കളിയാക്കല്ലേ. വിവരമില്ലാത്തോണ്ട് സംഭവിച്ചതാണെങ്കിലും പാർവതി ഈ വീട്ടിലെ മരുമോളാണെന്ന് പ്രതാപൻ സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, സമ്മതിക്കാനും പോകുന്നില്ല. പിന്നെ ഒരു മരുമോള്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല മോനെ ദിനേശ. എന്ത്? ആക്രി വൃത്തിയാക്കി നല്ല പേര് നേടാനുള്ള ശ്രമോ? അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വിവരമില്ലാത്ത രണ്ട് പെണ്ണുങ്ങളും. ഇത് ചേച്ചി അറിയിക്കണം. ഹലോ, വരുന്നു. ഇതിപ്പോ പ്രഭാവതി തമ്പുരാട്ടിയുടെ കാതിലെത്തും. ഉറഞ്ഞു തുള്ളിയൊരു വരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. വരട്ടെ ചെറിയമ്മ. വന്നാലേ ഇവളെ കൊറേ വഴക്കു പറയും, പോവും. അത്ര തന്നെ. പുതിയ എന്തൊക്കെയോ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സംഘം ചേർന്നൊരു ആലോചന മുറ്റത്ത് നടക്കുന്നത് ഞാൻ കണ്ടു. എതിരാളികൾ നിസാരക്കാരല്ല, അത് ഓർമ്മ വേണം. ഏത് പ്രശ്നങ്ങളെ നേരിടാനും ഞങ്ങള് തയ്യാറാ ചെറിയമ്മ. അല്ലേ പാർവതി? ഒന്ന് സപ്പോർട്ട് ചെയ്യടി.
പറഞ്ഞത് കേട്ടില്ലേ? അതെവിടെയെന്ന്? അത് എന്ന് പറഞ്ഞ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഏതെവിടെയെന്ന് അമ്മ ചോദിക്കുന്നേ? ദേ ഗാർഗി, ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ചേടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ചോദ്യം വ്യക്തമാവാതെ എങ്ങനെ ഉത്തരം പറയാനാ? ഒരു ക്ലൂ തരാവോ? ഗാർഗി, എന്നെ നീ കളിയാക്കാണോ? ഇപ്പൊ ഞാനിവിടെ കണ്ടതാണല്ലോ അത്. പെട്ടെന്നങ്ങ് മാഞ്ഞുപോയോ? എന്റെ പ്രഭാവതി, നീ എന്താ കണ്ടേന്ന് പറയേ. വെറുതെ മനുഷ്യനെ പൊട്ടനാക്കാതെ. ഞാൻ കണ്ടതാണല്ലോ. അതോ ഇനി എനിക്ക് തോന്നിയതാണോ? അമ്മ ഒരു കാര്യം ചെയ്യും. ഈ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി അടുക്കി വെക്ക്. അപ്പോ അമ്മ പറയുന്ന അത് ചിലപ്പോ കിട്ടുമായിരിക്കും. എന്നെ കളിയാക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇനി നീ സംസാരിച്ച അടിച്ചു നിന്റെ പല്ല് ഞാൻ കുഴിക്കും, കേട്ടല്ലോ? ഞാൻ കണ്ടത് സത്യമാണെങ്കിൽ അതെനിക്ക് കിട്ടണം. ഒരു കാരണവശാലും അത് വിശാലിന്റെ കയ്യിൽ എത്തരുത്. അമ്മ കണ്ടത് ഏത് സാധനമാണെന്ന് പറഞ്ഞാ ഞാനത് കൊണ്ടുതരാം. ദേ, എനിക്ക് നിന്റെ ഒരു ഔദാര്യവും വേണ്ട. ഞാൻ കണ്ടതിനെ തേടി പിടിക്കാൻ എനിക്കറിയാം. ദേ, ഇത് ഉരച്ചോണ്ടിരിക്കാതെ അടുക്കള പണി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പോയേ. ഇതാണ് അമ്മ അന്വേഷിച്ച അത്. ഓ, ഗാർഗി എന്തിനാ ഒളിപ്പിച്ചു വെച്ചതാ? അമ്മ അവിടെ മറിഞ്ഞു നിന്ന് നോക്കുന്നതേ ഞാൻ കണ്ടായിരുന്നു. ഇതിൽ തന്നെയായിരുന്നു നോട്ടം. വിശാൽ ബ്രോയ്ക്കേ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞത് അമ്മ കേട്ട് കാണും. ഗായത്രിയമ്മയുടെ ഒരു സാധനവും ബ്രോയ്ക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ല. ഇത് വിശാൽ ബ്രോയുടെ കയ്യിലെത്തണം. അതിനാ ഞാനിത് ഒളിപ്പിച്ചു വെച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.